ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വർഷയെ എന്തായാലും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. ആ ഓട്ടോക്കാരൻ ശരിക്കും വർഷയെ പറ്റിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം തന്നെ അവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ CSRൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോട്ടെ, അതിനുശേഷം നിങ്ങളുടെ തീരുമാനം ഉണ്ടാക്കുമെന്ന് SSR പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ പറയുന്നുണ്ട്, അതായത് ഓട്ടോ ചേട്ടൻ പറയാണ് വർഷയോട്, എന്തിനാണ് പെങ്ങളെ എൻ്റെ ഓട്ടോയിൽ വന്ന് കയറിയത്, അതുകൊണ്ടല്ലേ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നു. നിങ്ങൾ ഒരുത്തൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ എന്ത് തെറ്റാണോ ചെയ്തത്? താനല്ലേ കഞ്ചാവ് കടത്തുന്നത്? എനിക്കിതൊക്കെ നല്ല ശീലമാണ് പെങ്ങളെ. കാരണം ഇതാവുമ്പോഴത്തേനും പെങ്ങളുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എനിക്ക് രക്ഷപ്പെടാനോ, അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. ഇതെല്ലാം പറയുന്നത് നമ്മുടെ വർഷയാണെങ്കിലോ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം അത് എന്തായാലും ഒരു തെളിവായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ CSRനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ഇതാണ് കഞ്ചാവ് കേസ് എന്ന് പറയുന്നു. വർഷയാണെങ്കിലോ, ഞാനൊന്നും ചെയ്തിട്ടില്ല സർ, ഇയാളുടെ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഈ കാര്യം ഞാൻ അറിഞ്ഞത്, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വർഷയും പറയുന്നുണ്ട്. പക്ഷേ ഓട്ടോക്കാരൻ വീണ്ടും പറയുന്നുണ്ട്, ഈ പെങ്കൊച്ചിൻ്റെ കയ്യിലായിരുന്നു സർ ആ പൊതി ഉണ്ടായിരുന്നത്. ആ പൊതിയും കൊണ്ടാണ് ഈ പെങ്കൊച്ച് വണ്ടിയിലേക്ക് കയറിയത്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോഴത്തേനും ഇതെല്ലാം തന്നെ കോടതിയിൽ തെളിയിക്കാമെന്ന് പറയുന്നു. ആ സമയത്ത് എൻ്റെ ഫോണൊന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇത് തെളിയിച്ചു തരാം സാർ എന്ന് പറയുന്നുണ്ട്. അതിങ്ങനെ വർഷയ്ക്ക് സാധിക്കും, അത് ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ ആ ഫോൺ വാങ്ങിയതിന് ശേഷം ആ വീഡിയോ ഓണാക്കി കാണിച്ചു കൊടുക്കുന്നു. ഇയാളിപ്പോൾ പറഞ്ഞ കാര്യം ഇതിൽ റെക്കോർഡ് ചെയ്തതാണ് ഞാനെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അയാൾക്കൊരു കൂസലുമില്ല അല്ലേ. ആ സമയത്ത് കണ്ടടാ, നീയാണടാ ഈ ചതി ചെയ്തത്, എന്നിട്ട് ഈ പാവം പെങ്കൊച്ചിനെ വെറുതെ പ്രതിയാക്കാൻ നോക്കുന്നടോ എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ട് അടിയെ അടിച്ചിട്ട് ഇവനെ കൊണ്ടുപോയി സെല്ലിലിടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് CSR പറയുന്നുണ്ട്, സോറി വർഷ ഇങ്ങനെ സംഭവിച്ചതിന്, കാരണം ഒരു നിമിഷം തെറ്റിദ്ധരിക്കപ്പെട്ടതിന് സോറി. കാരണം അയാൾ ഇത്ര ചതിയനാണെന്ന് അറിഞ്ഞില്ല. ഇനി വർഷയ്ക്ക് പോവാം. ഇത് പറഞ്ഞിട്ട് വർഷയ്ക്ക് ഒരു കേസും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. ആ സാർ എൻ്റെ ഫോൺ തരൂ. ആ ഫോൺ തന്നിട്ടതിന് ശേഷം വർഷ തിരിച്ചു പോകുന്നു കേട്ടോ. പെട്ടെന്ന് ശ്രീനാഥുള്ള സ്ഥലത്തേക്ക് വർഷ എത്തുന്നുണ്ട്. പെട്ടെന്ന് ഓട്ടോയിൽ ഇറങ്ങുന്ന സമയത്ത് ശ്രീയെ കാണുന്നു. ശ്രീ ആണെങ്കിലോ വീട് എവിടെയാണെന്നൊന്നും അറിയാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ആ സമയത്ത് ശ്രീയേട്ടൻ എവിടേക്കാണ് പോയത്? വർഷയോ? ഞാൻ എപ്പോഴെവിടെ എത്തിയത്? ശ്രീയ്ക്കൊന്നും ഓർമ്മയില്ലാത്ത പോലെയാണ് കേട്ടോ. ഇനി എന്തായാലും വിവേകിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം. വിവേകാണെങ്കിലോ ശ്രീനാഥിനെ തെരഞ്ഞു നടന്ന് ആകെ ക്ഷീണിതനായിട്ടുണ്ട്. എനിക്ക് വയ്യ ഇനിയെന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് വർഷ വിളിക്കുന്നു. പാവം വർഷ ശ്രീയെ കണ്ടെത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. വർഷ അവനെ കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് പറയുമ്പോഴത്തേനും വർഷ പറയുന്നുണ്ട്, എൻ്റെ കയ്യിലുണ്ട് ശ്രീയേട്ടൻ ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. തൻ്റെ അടുത്തുണ്ടോ? ആ വിവേക് എന്തായാലും ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ആ സ്ഥലം പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും ആ സമയത്ത് ശ്രീനാഥ് എവിടെയും ചോദിക്കുന്നു. അതപ്പോൾ ഒരു കരിക്ക് കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ശ്രീക്ക് നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ആ സമയത്ത് വേഗം പോയിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് വിവേക്. താൻ എന്ത് പണിയാണ് ശ്രീനാഥ് കാണിക്കുക? തൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ തലയിൽ തന്നെയല്ലേ? ഞങ്ങളിങ്ങനെ വട്ടം കറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് പറയുന്നു. വിവേകെ ഒന്ന് നിർത്ത്, ശ്രീയേട്ടൻ ഇങ്ങനെ മനഃപൂർവ്വം ചെയ്തതൊന്നല്ല, ശ്രീയേട്ടനൊരു അബദ്ധം പറ്റിയതാണെന്ന് പറയുന്നു. അങ്ങനെ ശ്രീനാഥ് നടന്ന കാര്യം പറയുന്നു. നിങ്ങൾ ഹോട്ടലിലേക്ക് കയറി ചെല്ലാൻ സമയത്ത് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്ത് പോയി 1-2 പ്രാവശ്യം വോമിറ്റ് ചെയ്തു. പെട്ടെന്ന് ഇരുട്ടടയ്ക്കുന്നത് പോലെയൊക്കെ തോന്നി, തല കറങ്ങുന്നത് പോലെയും. ആ സമയത്താണ് എനിക്ക് ആകെ പ്രശ്നമായത്. എനിക്ക് ഈ ഓർമ്മക്കുറവുള്ളത് കാരണം എനിക്കൊന്നും ഓർമ്മയില്ലാണ്ടായി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വേറൊരു വണ്ടി നിങ്ങളുടെ വണ്ടിയാണെന്ന് പറഞ്ഞ് അതിൽ കയറിപ്പോയി. പകുതിയൊക്കെ എത്തിയ സമയത്താണ് അവർ എന്നെ തിരിച്ചറിഞ്ഞത്. അങ്ങനെ അയാൾ എന്നെ തെറി പറഞ്ഞ് അവിടെ ഇറക്കി വിടുകയാണ് ചെയ്തതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന വിവേകിന് സങ്കടം വരുന്നുണ്ട്. വർഷയ്ക്കും ശ്രീയേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല വിവേകെ, കാരണം അറിയാതെ ചെയ്ത തെറ്റാണ്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴത്തേനും വിവേക് പറയുന്നുണ്ട്, സോറി ശ്രീനാഥ്, ഞാൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞതിന്. അതൊന്നും സാരമില്ല, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. കാരണം ആർക്കായാലും ദേഷ്യം വരുമല്ലോ എന്ന് പറയുന്നുണ്ട്. വർഷ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കാണെങ്കിൽ അങ്ങോട്ട് വരണമെന്നില്ല. ഞാൻ ആലപ്പുഴയിൽ ആ ഡോക്ടറോട് സംസാരിച്ചോളാം, എന്നിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ശ്രീയേട്ടൻ എൻ്റെ കൂടെ വരണം. ശ്രീയേട്ടൻ ആ പഴയ രീതിയിൽ വർഷമാക്കി തരും. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങളുടെ കൂടെ വന്നേ പറ്റുള്ളൂ എന്ന് വിവേകും വർഷയും കൂടി രണ്ടുപേരും ഒരുമിച്ച് പറയുന്നു. പിന്നീടാണെങ്കിലോ വീട്ടിലെത്തുമ്പോൾ വിവേക് പറയുന്നുണ്ട്, ഞാനൊരു സിഗ്നൽ തരാതെ നിങ്ങൾ പുറത്തിറങ്ങരുത്, ആ മല്ലിക അവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ വിവേക് കുറച്ച് ദൂരെ തന്നെ കാറ് നിർത്തിയിടുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലേക്ക് കയറിപ്പോന്നു. അപ്പോൾ മല്ലികാക്കാനോട് പറയുന്നുണ്ട്, അക്ക എനിക്ക് ഒരു കോഫി വേണമെന്ന് പറയുന്നു. എന്തിനാ സർ കോഫി? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്,
കഴിച്ചിട്ടില്ലല്ലോ, ഇവിടുന്ന് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. അതൊക്കെ പിന്നീടാവാം, എന്തായാലും ഒരു കോഫി ഇട്ട് തരുമോ? എന്താ അക്ക നോക്കുന്നത്? കാർ എന്താ അത്രയും ദൂരത്ത് നിർത്തിയിരിക്കുന്നത്? അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പിന്നെ ഞാൻ വാഷ് ചെയ്ത് തരാം. അതുകൊണ്ട് വേണ്ട അക്ക, ഞാൻ ചെയ്തോളാം. അക്ക പോയിട്ട് ഒരു ചായ എടുത്തിട്ട് കോഫി എടുത്തിട്ട് വായോ എന്ന് പറയുന്നു. പിന്നെ ആ കാറിലോട്ട് നോക്കുന്നുണ്ട്. എന്താ ഈ നോക്കുന്നത്? ഒന്നുമില്ല, കോഫി എടുത്തിട്ട് വായോ എന്ന് പറയുന്നു. പിന്നെ ആ വാതിൽ ചറിയതിന് ശേഷം വർഷയോട് പുറത്തിറങ്ങി പോകാനായിട്ട് വിവേക് പറയുന്നുണ്ട്. അങ്ങനെ ശ്രീനാഥിനെ കൂട്ടിക്കൊണ്ട് വർഷ ജാൻസി വില്ലിലേക്ക് കയറുന്നു. പെട്ടെന്ന് കോളിൻ്റെ ബെല്ലടിക്കുന്ന സമയത്ത് നമ്മുടെ ശിവ അവിടെ നിന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ. ശിവയാണെങ്കിലോ വാതിൽ തുറക്കുമ്പോൾ ഈ ഞെട്ടിക്കുന്ന കാര്യം കാണുമ്പോൾ ആകെ അമ്പരന്ന് നിൽക്കുകയാണ് കേട്ടോ. വിശ്വസിക്കാനാവാതെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു സർപ്രൈസ് എന്ന് ശിവയോട് പറയുന്നുണ്ട്. അങ്ങനെ ശിവയെ കൊണ്ടുപോയി നമ്മുടെ ശ്രീയെ കൊണ്ടുപോയി അവിടെ ഇരുത്തുന്നുണ്ട്. ശ്രീയേട്ടന് തീരെ വയ്യ. ശ്രീയേട്ടനെ 1-2 ദിവസം നമ്മുടെ കൂടെ നിർത്താനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ശ്രീയേട്ടന് ഏത് റൂമാണ് നമ്മൾ കൊടുക്കുക? മുകളിലേക്ക് കയറി ചെല്ലാൻ ശ്രീയേട്ടന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ താഴത്തെ റൂം കൊടുക്കാം അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം, അത് പോയി റെഡിയാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വർഷ പോകുന്നുണ്ട്. ശ്രീയേട്ടനൊരു കമ്പനി കൊടുക്ക് ശിവ എന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് നമ്മുടെ ശ്രീനാഥ് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നത് വളരെയധികം ബുദ്ധിമുട്ടായല്ലേ, അതല്ലേ ശിവയ്ക്ക് ഇങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇങ്ങോട്ട് വന്നതിൽ ബുദ്ധിമുട്ടൊന്നും എനിക്കില്ല. പക്ഷേ അതായത് വർഷ ഈ ചെയ്തത് ആൻറ്റി എങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. അതുകൊണ്ട് ഓർത്തിട്ട് ടെൻഷനായി നിന്നതാണെന്ന രീതിയിൽ പറയുന്നുണ്ട്. ഞാൻ ആർക്കൊരു ശല്യമാവുന്നില്ല, ഞാൻ തിരിച്ചു പോയേക്കാം. ഇല്ല ശ്രീനാഥിൻ്റെ അസുഖം കാരണമല്ലേ, ശ്രീനാഥ് ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് നമ്മുടെ ശിവയും പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കിച്ചണിൽ വെച്ചിട്ട് തന്നെ ശിവ ചോദിക്കുന്നുണ്ട്, ഇത്രയും വേണമായിരുന്ന വർഷയെന്ന് ചോദിക്കുന്നു. അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണ്? ശ്രീയേട്ടനെ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അയാൾ അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലാതെ ഒന്നുമല്ല. പക്ഷേ ഇത് വസുന്ധര ആൻറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ. വിവേകിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണോ ശ്രീനാഥിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നീ തയ്യാറായതെന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ വിവേക് സമ്മതിച്ചു എന്ന് പറയുന്നു. പക്ഷേ വസുന്ധര ആൻറ്റി അറിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ. ആൻറ്റി ഇവിടെ ഇല്ലല്ലോ. ആൻറ്റി ഇവിടെ ഇല്ലെങ്കിൽ എന്താ, ആ ഡാഗിനി ഇവിടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ ആകുമ്പോഴത്തേനും പ്രശ്നമാണ്. പറഞ്ഞു തീർന്നില്ല, ആ ഡാഗിനി എത്തി എന്ന് പറയുന്നു. ശിവപാപ്പ ഒരു തേങ്ങ ഉണ്ടോ എന്ന് ചോദിക്കുന്നു കേട്ടോ. തേങ്ങ ഉണ്ട് വർഷേ, എടുത്ത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വർഷപ്പാപ്പയുടെ മുഖത്ത് എന്താ ഇങ്ങനെ ഒരു ക്ഷീണം, അതായത് ആർച്ചുമോളെ കാണാത്തത് കൊണ്ടാണോ ഉറങ്ങാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ അക്കാൻ്റെ കണ്ണിൻ്റെ താഴത്ത് എന്താ ഇങ്ങനെ ഒരു കറുപ്പ് നിറം എന്ന് പറയുന്നു. എൻ്റെ കണ്ണിൻ്റെ താഴത്തോ? സൂക്ഷിക്കണം, ഇത് വലിയൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാണെന്ന് പറയുന്നു. ശിവയാണെങ്കിലോ വർഷേ അക്കാനെ പേടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നു. ശിവപാപ്പ എന്താ എനിക്കൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞത്? അല്ല, ഇതൊക്കെ ഒരു ലോകലക്ഷണമാണെന്ന് പറയുന്നുണ്ട്. ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് പറയുന്നു. പെട്ടെന്ന് ശ്രീനാഥ് കുരയ്ക്കുന്ന സൗണ്ട് കേൾക്കുന്ന സമയത്ത് അവിടെ ആരോ കുരച്ചത്, അത് വർഷയാണല്ലോ. വർഷപ്പാപ്പ കാണുന്ന സൗണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ തോന്നി ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതെ, അപ്പം പിന്നെ ഈ അസുഖം തന്നെ ഇങ്ങനെ തന്നെയാണ്, ഈ സൗണ്ടുകളൊക്കെ മാറി നമുക്ക് തോന്നും. ആകെ പ്രശ്നമാണ്. മനുഷ്യന്മാരുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ, അക്ക സൂക്ഷിച്ചു കേട്ടോ എന്ന് പറയുന്നുണ്ട്. അക്കൊക്കെ ഒന്ന് ടെൻഷനാക്കി വിടുന്നുണ്ട് കേട്ടോ. പിന്നീട് വിവേകാണെങ്കിലോ ആകെ പ്രശ്നമാവുന്ന തോന്നുന്നുണ്ട്. എൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് തലകുത്തി നിർത്തും. മാത്രമല്ല ആ ഡാങ്കിനെയാണെങ്കിൽ അതിലെതിരെ നടക്കുന്നുണ്ട്. എല്ലാം കണ്ടുപിടിക്കുകയോ ആവോ എന്ന് പറഞ്ഞ് ടെൻഷനായി നിൽക്കുക കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം